150 പുസ്തകം ഒരാളെ പരിചയപ്പെടുത്തിയില്ല. അയാളുമായിട്ട് പൂർണ്ണ ജീവിതം കണ്ടിട്ടില്ല. അസഖ്യം എന്ന് പറയാതെ അപ്പം നേരെ വെച്ച് ഒന്നും എഴുതാത്ത. ഇപ്പോൾ അവിടെ നിലമ്പൂർ പറഞ്ഞ ഒരാൾ, ഒരു എഴുത്തുകാർ ആക്ച്വലി പുസ്തകം വായിക്കുന്ന ആളാണ് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞു. ശരിക്കും അങ്ങനെയാണെങ്കിൽ സജീഷ് എന്ന് പറഞ്ഞൊരു ജയിൽപ്പുള്ളിയുണ്ട്, വിജയനഗരം എനിക്കറിയാം, കണ്ണൂർ ജില്ലയിൽ കണ്ടിരുന്നു. അയാൾ വായിച്ചിട്ടുള്ള പുസ്തകം നമ്മൾ ആരും വായിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ വായിച്ചില്ല. അത്ര അയാളെപ്പറ്റി മാതൃഭൂമി വാരാന്തി പതിപ്പിൽ ഒരു വർഷം മുമ്പ് ഒരു ടീച്ചറുണ്ടായിരുന്നു. അദ്ദേഹം മോഷ്ടമാണ്. പക്ഷെ മോഷ്ടിക്കുന്നത് സുഖമായി ജീവിക്കുക, നല്ല ഹോട്ടൽ കൊടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പുസ്തകം വായിക്കുക. അപ്പോൾ പോലീസ് പിടിക്കും, 2 ദിവസം കഴിയുമ്പോൾ പോലീസ് പിടിക്കും, വീണ്ടും അകത്താവും, വീണ്ടും പോയി മോഷ്ടിക്കും. നേരെ DC ബുക്സിലെ മാതൃഭൂമികളോടെയും പോകും, പുസ്തകമാവും, ഹോട്ടൽ കൊടുക്കും. അല്ലാതെ അയാൾ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ പോറ്റാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതമൊന്നുമല്ല. അങ്ങനെ കണ്ണൂർ ജയിലിൽ ഇയാളായിരുന്നു ആ ജയിലിലെ ലൈബ്രറി. ലൈബ്രറിക്ക് ചാർജാണ്. എല്ലാം നന്നായി വായിക്കും, നോട്ട്സ് കിട്ടും, വൈകിട്ടും. അത്രയും വലിയൊരു വായനക്കാരന് ഉള്ള സമയത്താണ് ഒരാൾ പറയുന്നത് ഇയാൾ വരുന്ന വായനക്കാരനാണ്. അങ്ങനെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുകയാണ് സജീഷെ നിർത്തുന്നത്. സജീഷാണ് ഞാൻ കണ്ട ഞാൻ അവരുടെ ഏറ്റവും വലിയ വായനക്കാരൻ. അപ്പോൾ എന്ത് വായിക്കും എന്നുള്ളതല്ല, വായിച്ചതിൽ നിന്നും നിങ്ങൾ എന്ത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. വായിക്കാൻ പരന്ന വായന നമുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ പലതും വായിക്കും, ഇതൊക്കെ വായിക്കും. പക്ഷേ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുകയും അത് എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിക്കാം, നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക. പല പല ക്യാരക്ടേഴ്സ് വെച്ച് ഞാൻ ആലോചിക്കുക, ഇന്ന സിറ്റുവേഷനിൽ ഇയാളാണെങ്കിൽ ഇങ്ങനെ പെരുമാറും, അയാളാണെങ്കിൽ പെരുമാറും. അത് എൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് വായന ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, വായിച്ചത് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതിലാണ് വായനയുടെ അന്തസത്ത, അതിൻ്റെ വാല്യൂ. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, തൊട്ടരികായി പോയി.